നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. കുറച്ച് സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയും എല്ലാം കണ്ടിട്ടുണ്ട് 77കാരനായ കൊച്ചുവേലായുധൻ. എല്ലാവരിൽ നിന്നും നല്ല പെരുമാറ്റമായിരുന്നു. ആ രീതി പ്രതീക്ഷിച്ചാണ് നടൻ കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാൻ സഹായ അഭ്യർത്ഥനയുമായുള്ള കത്തുമായി പോയത്. കൊച്ചുവേലായുധന്റെ പുള്ളിലെ വീടിനടുത്തായിരുന്നു സുരേഷ് ഗോപിയുടെ കല്ലുങ്ക് ചർച്ച എന്ന ജനസമ്പർക്കം. നിവേദനം സ്വീകരിക്കാതെ തിരിച്ചയക്കുന്നത് നാടുനീളെ അറിഞ്ഞു. കൊച്ചുവേലായുധന് പരിഭവമില്ല. കാരണം കത്തിലെ ആവശ്യം എന്തെന്നറിഞ്ഞാൽ താനല്ല അപമാനിതനാകുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു. ചുമട്ട് തൊഴിലാളിയായിരുന്നു കൊച്ചുവേലായുധൻ. 4 അംഗ കുടുംബവും 2.5 വർഷമായി താമസിക്കുന്നത് തൊഴുത്തിലാണ്. നല്ലൊരു വീടുണ്ടായിരുന്നു. പുള്ളിലെ ഇട്ടുസ്മാരക റോഡിൽ കിണറും തൊഴുത്തും ശൗചാലയവുമുള്ള ഓടിട്ട വീട്. 2023 ജൂണിലെ പേമാരിയിലും കാറ്റിലും തെങ്ങുവീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. കൊച്ചുവേലായുധൻ ഭാര്യ സുരോജിനി, മകൾ ഷീജ, മരുമകൻ മേഘേഷ്, മകൻ ബിനോജ് എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റു. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും താമസിക്കാനിടമില്ലാതെയായി. പശുവിനെ പുറത്തു കെട്ടി തൊഴുത്തിലേക്ക് ചേക്കേറി. പിറ്റേന്ന് പശുവിനെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് പനമ്പ് വാങ്ങി തൊഴുത്തു മറച്ചു. നിലം മെഴുകി. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയിലെ ഓലയ്ക്കുമീതെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു. വില്ലേജിൽ നിന്ന് കിട്ടിയ ചെറിയ സഹായം തകർന്ന വീട് പുനർനിർമ്മിക്കാൻ തികഞ്ഞില്ല. ഭാര്യയും ഭർത്താവ് മരിച്ച മകളും കൂലിപ്പണിക്ക് പോകുന്നു. മകൻ ടെമ്പോ ഡ്രൈവറാണ്. 2 തവണ കാലിലും വയറിനും ശസ്ത്രക്രിയ കഴിഞ്ഞ കൊച്ചുവേലായുധന് ജോലിയെടുക്കാൻ വയ്യ. CITUവിൽ ചുമടുതൊഴിലാളിയായിരിക്കെ CPMന്റെ പുള്ള് ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു. പിന്നീട് INTUCവിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം എത്തിയ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വീട് ഉടൻ പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. CPIയിലെ CC മുകുന്ദൻ MLAയും സഹായം വാഗ്ദാനം ചെയ്ത് എത്തിയിരുന്നു. കുറച്ചു കാലം വീടിനടുത്തുള്ള മഞ്ജു വാര്യരുടെ വീട്ടിൽ സെക്യൂരിറ്റിയായിരുന്നു കൊച്ചുവേലായുധൻ. ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തന്റെ ശൈലി അല്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിത ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ട്. രാഷ്ട്രീയ ഉന്നം ഉള്ളതാണെങ്കിലും താൻ കാരണം അവർക്ക് ഒരു വീട് ലഭ്യമായല്ലോ എന്നാണ് സുരേഷ് ഗോപി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത്. ഭവന നിർമ്മാണം സംസ്ഥാന വിഷയമാണ്. അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല. അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം, മന്ത്രി വ്യക്തമാക്കി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.